വിജയൻ, നീ എവിടെ പോയിരുന്നു? എസ്റ്റേറ്റിൽ പോയിരുന്നു അല്ലേ? പോയിരുന്നു. നീ ഇനി അവിടെ പോകരുത്. നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. പത്മനാഭൻ തമ്പിയുടെ മകൾ സരിത. നീ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണം. അച്ഛനെ ഞാനിതുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്നെ ധിക്കാരിയാക്കരുത്. അതെ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? പോകാൻ ടീച്ചർ. സതി, നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? വിജയന്റെ തെറ്റിദ്ധാരണ നീക്കുകയാണ് ആവശ്യം. നമുക്കതിനു വേണ്ടി ശ്രമിക്കാം. എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ നോക്ക്. എനിക്കിനി ഒരു ജീവിതമില്ല ടീച്ചർ. നിങ്ങളാരാ? എന്റെ പേര് പ്രസാദ്. എവിടുന്ന് വരുന്നു? ഗ്രീൻ വാലി എസ്റ്റേറ്റിന് അടുത്ത് നിന്ന്. എന്താ വിശേഷം? എനിക്ക് വിജയനെ ഒന്ന് കാണണം. കാര്യം? ഒരാവശ്യമുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചത്. അവനിവിടെ ഇല്ല. ഞാൻ അവന്റെ അച്ഛനാണ്. എന്നോട് പറയാവുന്ന കാര്യമാണെങ്കിൽ പറയാം. അല്ല, വിജയനോട് നേരിട്ട് പറയേണ്ട കാര്യമാണ്. ആ പെണ്ണിന്റെ ആരാണ് നിങ്ങൾ? എന്റെ ആരുമല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെണ്ണാണ്. ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിജയനെ കാണണമെന്നില്ല. വിജയൻ ഒരു അബദ്ധം ചെയ്തു. അത് ചെറുപ്പത്തിന്റെ ചുഴലക്കിളപ്പായിട്ട് മാത്രം കരുതിയാൽ മതി. അതിനെന്ത് വില വേണമെങ്കിലും ഞാൻ തരാം. എന്റെ ക്ലാർക്കിനെ കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം വാങ്ങിക്കൊള്ളൂ. പണത്തിനല്ല ഞാൻ വന്നത്. എങ്കിൽ നിങ്ങൾക്ക് പോകാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹലോ വിജയൻ. ഹലോ. ഇതാരാണെന്നറിയോ? ഇല്ല. നമ്മുടെ പത്മനാഭൻ തമ്പിയുടെ മകൻ സരിത. നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. പത്മനാഭൻ തമ്പിയുടെ മകൾ സരിത. നീ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണം. സരിതേ, ഇതാണ് വിജയൻ, നമ്മുടെ മാധവൻ തമ്പി അദ്ദേഹത്തിന്റെ മകൻ. ഓക്കെ, കമോൺ സെറ്റ്. നീ ഇതുവരെ എവിടെയായിരുന്നു? ക്ലബിൽ. നീ കുടിയിൽ തുടങ്ങിയല്ലേ? നശിച്ചവനെ എന്റെ കൺമുമ്പിൽ കണ്ടുപോയത്. പോടാ, പോടാ. വിജയേട്ടാ, മാലിനി, എന്താ? ചേട്ടാ, ചേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചു.
ചേട്ടാ, ചേട്ടൻ എന്തിനിങ്ങനെ നശിക്കുന്നു? ഞാൻ നശിച്ചുപോയി മാലിനി, നശിച്ചു. മാലിനി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. ചേട്ടൻ എന്തിനു കുടിച്ചു? കുടിച്ചു. ചേട്ടൻ ഇനി കുടിക്കുമോ? പറയൂ ചേട്ടാ, കുടിക്കുമോ? വേണ്ടേ? വേണ്ട ചേട്ടാ, ചേട്ടൻ ഇനി കുടിക്കരുത്. ഇല്ല, കുടിക്കില്ല. നീ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. അച്ഛൻ എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി പറയാനാണ്. നിന്റെ ഇപ്പോഴത്തെ ജീവിതം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്റ്റേറ്റിൽ നിനക്കടുപ്പമുള്ള ഏതോ ഒരു പെണ്ണുണ്ടല്ലോ, എന്താണ് അവളുടെ പേര്? നിനക്കവളോട് അത്രയും അടുപ്പമാണെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. ഇങ്ങനെ നശിക്കുന്നതിനേക്കാൾ ഭേദമാണ്. എനിക്കിപ്പോ അവളുമായി ഒരു ബന്ധവുമില്ല. എങ്കിൽ നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യൂ. ആലോചിക്കും.